വിശദമായി തന്നെ നോക്കാം. ഇടുക്കി പൂപ്പാറ പന്നിയാർ എസ്റ്റേറ്റിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ റേഷൻ കട ഭാഗികമായി തകർന്നു. അരിക്കൊമ്പൻ എന്നറിയപ്പെടുന്ന ആനയാണ് റേഷൻ കടയുടെ ഭിത്തി പൊളിച്ച് അരിയെടുത്തത്. 1.5 വർഷത്തിനിടെ 7ാം തവണയാണ് കടയ്ക്ക് നേരെ ആന ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയാണ് അരിക്കൊമ്പൻ പന്നിയാറിൽ ഇറങ്ങിയത്. റേഷൻ കടയുടെ ഭിത്തി പൊളിച്ച് ഒരു ചാക്ക് കുത്തരി പുറത്തെടുത്ത് കഴിച്ചു. അരി ഇഷ്ടാഹാരമായതിനാലാണ് ഒറ്റയാനെ അരിക്കൊമ്പനെന്ന് നാട്ടുകാർ വിളിക്കുന്നത്. റേഷൻ കടയുടെയും ഷെഡുകളുടെയും ഭിത്തി തകർത്താണ് അരിയെടുക്കുന്നത്. 15 മാസത്തിനിടെ 6 തവണ പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. 10 ചാക്കിലധികം അരിയും ആട്ടയും നഷ്ടമായി. 26 വർഷങ്ങൾക്ക് മുൻപാണ് ചൂണ്ടൽ സ്വദേശിയായ ആന്റണി ഇവിടെ റേഷൻ കട തുടങ്ങിയത്. ഇതിനിടെ നിരവധി തവണ കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടായി. തുടർച്ചയായ ആക്രമണം കനത്ത സാമ്പത്തിക ബാധ്യതയ്ക്കും ഇടയാക്കുന്നുണ്ട്. അടിക്കടി ഇങ്ങനെ ആനകൾ മാറി. ചക്കക്കൊമ്പൻ പേരുള്ള ഒരു ആനയുണ്ട്, അരിക്കൊമ്പനുണ്ട്, ഇങ്ങനെ പല പേരുകളുള്ള ആനകളുണ്ട്. കൊമ്പന്മാരാണ്. കൂട്ടത്തോടുകൂടി ആന ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ ഒറ്റയാമ വരുമ്പോഴാണ് കട തകർക്കുന്നതും കട പൊളിച്ച് അരിയെടുക്കുന്നതും തന്മൂലം ഉണ്ടാകുന്ന ഈ നഷ്ടം സംഭവിക്കുന്നതെല്ലാം. HML കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് റേഷൻ കട പ്രവർത്തിക്കുന്നത്. തോട്ടം രൂപീകരണ കാലഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ്. പന്നിയാറിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കമ്പനി തയ്യാറാവുകയോ തോണ്ടിമലയിലേക്ക് സ്ഥാപനം മാറ്റാൻ ഇടപെടൽ ഉണ്ടാവുകയോ വേണമെന്നാണ് ആവശ്യം. ഇന്നൊരു ചാക്ക എടുത്തോളൂ. അന്നത്തേക്ക് ആൾക്കാർ കൂടി ഒറ്റ വെച്ചു. ഈ ആനക്ക് ഒറ്റ വെച്ചാൽ പോകുന്ന ആനയല്ല, ഞങ്ങളെ കുടിയിൽ വരുന്ന ആനയാണ്. ഞങ്ങളും ഒറ്റ വെച്ച് മടുക്കുക. ഈ രീതിക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല. സർക്കാർ ഇതിന് ഞങ്ങൾക്ക് ഉറപ്പായി ഒരു റേഷൻ കട ഞങ്ങൾക്ക് തരണം. ദിവസങ്ങൾക്ക് മുൻപ് ശങ്കരപാണ്ഡ്യൻമേട്ടിൽ 2 വീടുകളും ആനയിറങ്കൽ ടൂറിസം സെന്ററിലെ സാധനങ്ങളും ആന തകർത്തിരുന്നു. ആനയിറങ്കലിൽ സ്കൂട്ടർ യാത്രികന് നേരെ ആന പാഞ്ഞെടുത്തതും ദിവസങ്ങൾക്ക് മുൻപാണ്. അരിക്കൊമ്പൻ, ചില്ലിക്കൊമ്പൻ, കല്യാണി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഒറ്റയാന്മാരും കാട്ടാന കൂട്ടങ്ങളുമാണ് മേഖലയിൽ നാശം വിതയ്ക്കുന്നത്. പതിവായി അക്രമം നടത്തുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒറ്റയാന്മാരെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് ശാന്തൻപാറ പഞ്ചായത്തിനും വനംവകുപ്പ് മന്ത്രിക്കും CCF-നും നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും സുരക്ഷയൊരുക്കുവാൻ പദ്ധതികളുമായി കൊല്ലം പുനലൂർ മണ്ഡലത്തിലെ മലയോര പഞ്ചായത്തുകൾ 10 കോടി രൂപയുടെ സമഗ്ര പദ്ധതിയാണ് MLAയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്തുകൾ ഒരുക്കുന്നത്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പന്നിയും മയിലും മലയണ്ണാനും സ്വൈരജീവിതം തകർക്കുമ്പോൾ തെന്മല ഗ്രാമപഞ്ചായത്തിൽ വില്ലന്മാരാകുന്നത് കുരങ്ങന്മാരും പന്നികളുമാണ്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഊരുകളിൽ ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നത് പതിവാണ്. വന്യമൃഗശല്യത്തിൽ നിന്നും കിഴക്കൻ മേഖലയിലെ മലയോര നിവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വിവിധ പദ്ധതികളാണ് അധികൃതർ ഒരുക്കുന്നത്. പുനലൂർ താലൂക്കിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ പരമാവധി ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി നേരത്തെ തന്നെ നമ്മൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെ യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലും പ്രത്യേകമായി പ്രോജക്റ്റുകൾ തയ്യാറാക്കാനായി ആലോചിച്ചിരുന്നു. അങ്ങനെ പ്രത്യേകമായി തെന്മല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിൽ പ്രത്യേകമായി പ്രോജക്റ്റുകൾ തയ്യാറാക്കി സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ മീറ്റിംഗ് ചേർന്നിരിക്കുന്നത്. ആര്യങ്കാവ്, തെന്മല, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെയും പുനലൂർ നഗരസഭയിലെയും ചില വാർഡുകളാണ് വന അതിർത്തിയുമായി പങ്കിടുന്നത്. ആനയുടെ സാന്നിധ്യമുള്ള മേഖലകളിൽ 6 കിലോമീറ്റർ നീളത്തിൽ കിടങ്ങുകൾ സ്ഥാപിക്കും. സോളാർ വേലികൾ തകർന്നത് പുനഃസ്ഥാപിക്കുകയും മറ്റുള്ളവ ബലപ്പെടുത്തുകയും ചെയ്യും. ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലും. വന്യജീവി ശല്യം ഒഴിവാക്കാൻ വിവിധ പദ്ധതികൾക്കായി 4,61 ലക്ഷം രൂപ ആദ്യഘട്ടം വിവിധ പഞ്ചായത്തുകളിൽ ചിലവഴിക്കും. 4 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തീകരിക്കും. തെന്മല കേന്ദ്രമാക്കി RRT ആരംഭിക്കും. RRTക്ക് വാഹനം വാങ്ങുന്നതിന് MLA ഫണ്ട് അനുവദിക്കും. RRTയെ സഹായിക്കാൻ ഓരോ പഞ്ചായത്തിൽ നിന്നും അംഗങ്ങളെ കണ്ടെത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിശീലനം നൽകും. ന്യൂസ് 18 പുനലൂർ. ഇടുക്കി നെടുങ്കണ്ടം ടൗണിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച കഴിയുന്നു. മോട്ടോർ തകരാർ മൂലമാണ് ജലവിതരണം മുടങ്ങിയത്. 2 മാസം മുൻപ് നന്നാക്കിയ മോട്ടോറിനാണ് വീണ്ടും തകരാർ സംഭവിച്ചത്. കല്ലാർപ്പുഴയോട് ചേർന്ന് താന്നിമൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പമ്പ് ഹൗസിൽ നിന്നാണ് നെടുങ്കണ്ടത്ത് വെള്ളം വിതരണം ചെയ്യുന്നത്. ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. നിലവിൽ ഒരാഴ്ചയിൽ അധികമായി വെള്ളം വിതരണം ചെയ്യുന്നില്ല. കുടിവെള്ള പദ്ധതി നിർത്തിവെച്ചിരിക്കുന്നത് സാധാരണക്കാരും മറ്റ് ആശുപത്രിയിലെ രോഗികളുമൊക്കെ ആശ്രയിക്കുന്ന ഈ കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന്
വാട്ടർ അതോറിറ്റി മുൻകൈ എടുത്തുകൊണ്ട് റെഡിയാക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെയൊക്കെ ആവശ്യം. 2 മാസം മുമ്പ് തകരാർ പരിഹരിച്ച മോട്ടോർ വീണ്ടും കേടായതോടെയാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. താന്നിമൂട്ടിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ ചെക്ക് ഡാമിലെ വെള്ളം കലങ്ങിയെന്നും ഈ വെള്ളം പമ്പ് ചെയ്തതോടെ മണ്ണ് കയറി മോട്ടോർ കേടായെന്നുമാണ് ആരോപണം. കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ വീടുകളിലും ഹോസ്റ്റലുകളിലേക്കും ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ്. മോട്ടോറിന്റെ തകരാറ് ഉടൻ പരിഹരിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. ന്യൂസ് 18 നെടുങ്കണ്ടം. ഗതാഗതയോഗ്യമായ വഴിയില്ലാത്തതിനാൽ വീട് നിർമ്മാണം പോലും ആരംഭിക്കാൻ കഴിയാത്ത ഗതികേടിലാണ് തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂർ പഞ്ചായത്തിലെ ചക്കിക്കാവ് ഇലവീഴ പൂഞ്ചിറ നിവാസികൾ. പ്രദേശവാസികളിൽ നിരവധി ആളുകൾക്ക് സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പ്രകാരം വീട് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ഏകയാത്രാ മാർഗമായ കാഞ്ഞാർ ഇലവീഴ പൂഞ്ചിറ റോഡ് നിർമ്മാണം പാതി വഴിയിൽ തടസ്സപ്പെട്ടതോടെ ഇവിടെയുള്ളവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ടില്ല. മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. കുടയത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നാണ് ഇലവീഴ പൂഞ്ചിറ. കർഷകരും കൂലിപ്പണിക്കാരുമാണ് ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും. ഗതാഗത യോഗ്യമായ വഴിയില്ലാത്തതിനാൽ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്നവരാണ് ഇവിടുത്തുകാർ. നിരവധി ആളുകളുടെ വീടുകൾ കാലപ്പഴക്കത്താൽ ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. തകർന്നു കിടക്കുന്ന വഴിയിലൂടെ സാധന സാമഗ്രികളും മറ്റും എത്തിക്കുന്നതിനുള്ള ഭാരിച്ച വാഹനക്കൂലി കാരണം വീട് നിർമ്മാണം അസാധ്യമാണെന്ന് ഇവർ പറയുന്നു. വഴിയിൽ നമ്മൾ വഴി മോശമായതുകൊണ്ട് ഇവിടുന്ന് ഒരു വണ്ടി കയറി വരണമെങ്കിൽ പൈസ കൂടാവും. അത് കാരണം നമുക്ക് ലൈഫ് പദ്ധതി വരെ കിട്ടിയാൽ പോലും നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് വരെ പണിയാൻ പക്ഷേ ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊരു വണ്ടി വിളിച്ച് ഇവിടെ ഒരു വണ്ടി കയറി വരണമെങ്കിൽ അതിന് നമ്മുടെ പൈസ കൂടായതുകൊണ്ട് കമ്പി വരണമെങ്കിലും സിമെൻറ്റ് വരണമെങ്കിലും നമുക്ക് ഒത്തിരി രൂപയാകും. കാഞ്ഞാറ് ഭാഗത്തു നിന്നാണ്, കാഞ്ഞാറിൻ്റെ മൂലമറ്റം ഭാഗത്തു നിന്നാണ് സാധനം എടുക്കേണ്ടത്. സിമെൻറ്റ് കമ്പിയെ കൊണ്ടുവരണമെങ്കിൽ ഈ വഴി മോശമായതുകൊണ്ട് നടപാടില്ല, അത്രയും രൂപയ്ക്ക് നടക്കുകയില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശവാസികളിൽ പലരും വീട് നിർമ്മാണത്തിനായി സർക്കാരിന്റെ വിവിധ ഭവന പദ്ധതികളെയാണ് ആശ്രയിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി ആളുകൾക്ക് വീട് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതി പ്രകാരം ലഭിക്കുന്ന 4 ലക്ഷം രൂപയിൽ പാതിയും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ ചിലവാകുന്ന സ്ഥിതിയാണുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം യാത്രാ സൗകര്യമാണ് ഞങ്ങൾക്കില്ലാത്തത്. ഞങ്ങളുടെ റോഡെന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരായ ആൾക്കാരാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. അന്നുള്ള കൂലിപ്പണിയാണ് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. കൂലിപ്പണി ചെയ്യുന്ന കിട്ടുന്ന പൈസ മുഴുവൻ വണ്ടിക്കൂലിക്കായിട്ടാണ് പോകുന്നത്. സാധാരണക്കാരായ വീട്ടിലെ കുട്ടികൾ സ്കൂളിൽ പോകാനാണെങ്കിലും ഒരു ട്രിപ്പ് വണ്ടിയാണ് ആശ്രയം. അപ്പോൾ അതിനാണെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു മാസത്തിൽ കൊടുക്കാനുള്ളത് നമുക്ക് ഈ പണിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. 12 വർഷം മുൻപ് തുടങ്ങിയ റോഡ് നിർമ്മാണം ഇനിയും പൂർത്തിയാക്കാത്തതാണ് പ്രദേശവാസികളുടെ ദുരിതത്തിന് കാരണം. 10 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ 3.5 കിലോമീറ്റർ മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കൊടിയേറ്റകാല ഇടുക്കിയുടെ ഉത്സവമായിരുന്നു കപ്പവാട്ട്. വിളവെടുപ്പ് കാലത്ത് കൃഷിയിടത്തിൽ ഒന്നിച്ച് നാടൻപാട്ടും നൃത്തവും ഒക്കെയായി കപ്പവാട്ടും. കർഷക കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സംഗീതാൽബമായ കപ്പവാട്ടും കട്ടപ്രണയവും സമൂഹമാധ്യമങ്ങളിൽ ഹിറ്റാണ്. പണ്ടുകാലത്തെ ഈ ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകരുടെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു കപ്പവാട്ടെ. അതിന് ഈ ജാതിയോ മതമോ പിള്ളേരോ വലിയോരോ ആണോ പെണ്ണോ എന്നൊന്നും ഇല്ലാന്നേ. എല്ലാവരും ഒരേ മനസ്സോടെ കൂടും. കൊച്ചു തമാശകളും ചെറിയ പ്രണയവും നല്ല നാടൻ പാട്ടും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ കപ്പവാട്ടും കട്ടപ്രേമവും. ഹൈറേഞ്ചിലെ കർഷകർക്ക് കപ്പ വിളവെടുപ്പും ചെത്തിയൊരുക്കി വാട്ടിയെടുക്കുന്നതും ഉത്സവ പ്രതീതിയുള്ള ആഘോഷമായിരുന്നു. എങ്ങനെയുണ്ടാ കപ്പയൊക്കെ? ഇതൊരു മൂഞ്ചി കപ്പയായി പോയല്ലോ ആചാര്യ. ശരി ശരി ശരി, കുറച്ചോ. ചേമ്പും ചേനയും കാച്ചിലും ഉൾപ്പെടെയുള്ള വിളകളുടെ കൃഷി കുറഞ്ഞതുപോലെ കപ്പ കൃഷിയും ഇന്ന് ഇടുക്കിയിൽ നാമമാത്രമാണ്. പരിപാടി കണ്ണാപ്പി കുനിഞ്ഞിരിക്കുന്നേ, ഒരു നല്ല പാട്ടങ്ങ് പാടിക്കടാവി. കല്യാണമൊക്കെ അല്ലടാവേ, ഒരു പാട്ട കീച്ചേ. നിന്റെ ഏതൊരു പാട്ടുണ്ടല്ലോ, 4 മണിപ്പൂവോ, അതൊക്കെ പറഞ്ഞാവേ. 4 മണിപ്പൂ അത് തന്നെയാ പാട്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും കപ്പ ഇടുക്കിയിലേക്കും എത്തുന്നത്. കുടിയേറ്റകാല കർഷക കൂട്ടായ്മയുടെ ഓർമ്മപ്പെടുത്തലാണ് കപ്പവാട്ടും കട്ടപ്രണയവും എന്ന ആൽബം. 4 മണിപ്പൂവേ നാണിച്ചിടാതെ നീയേ, നല്ലൊരു ചെക്കൻ നിന്നെ തേടി തേടി നടന്നിടുന്നു. ബ്ലൂസ്
സ്റ്റാർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുക്കിയിരിക്കുന്ന ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബിനു സി ബെന്നിയാണ്. നല്ലൊരു ചെക്കൻ നിന്നെ തേടി തേടി നടന്നിടുന്നു. പണ്ടുകാലത്തെ ഏറ്റവും വലിയൊരു ആഘോഷമായിരുന്നു, ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയൊരു ആഘോഷമായിരുന്നു കപ്പവാട്ട്. ഇപ്പം അങ്ങനെ അത്രയും വലിയൊരു കപ്പവാട്ടും വലിയ അങ്ങനെ തോട്ടങ്ങളിൽ വലിയ കൃഷിയൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിൽ തന്നെ അങ്ങനെ ഇങ്ങനെ ഏക്കർ കണക്കിന് കപ്പത്തോട്ടമൊന്നുമില്ല. എല്ലാം മിക്കവരും തന്നെ അവിടെയൊക്കെ വീടുകളൊക്കെ വെച്ചിട്ട് ഒരു ഇതായി. പക്ഷേ പണ്ട് എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ മിക്ക മേടുകളും കപ്പ കൃഷിയും അതുപോലെ കപ്പവാട്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര വൻ പരിപാടിയാണ്. സന്ധ്യയ്ക്കൊക്കെയാണ് കപ്പ വാട്ടുന്നത്. അപ്പം എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കൂടെ വന്നിട്ട് ഇതിനകത്ത് കൂടുകയും പിള്ളേരും ഞങ്ങൾ പിന്നെ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴാട്ടോ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറും പപ്പയും എല്ലാവരും കൂടെ വന്നിട്ട് അവിടെ തന്നെ നമ്മൾ കപ്പയൊക്കെ ചുട്ട് കഴിച്ച് അങ്ങനെയൊക്കെ ഒരു വലിയ പരിപാടിയായിരുന്നു. ഇപ്പോൾ അതില്ല. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ പ്രോജക്റ്റിലൂടെ ഏറ്റവും വലിയൊരു കാര്യം. ലാൽ സഹദേവനാണ് വരികൾ എഴുതിയത്. ഇടുക്കിയിലെ കർഷക കൂട്ടായ്മയുടെ കഥ പറയുന്ന സിനിമ വെള്ളിത്തിരയിൽ എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൂട്ടായ്മ. ന്യൂസ് 18 നെടുങ്കണ്ടം. സൗത്ത് കൊറിയയിൽ നടന്ന 20ാമത് പാമ ഗ്ലോബൽ അബാക്കസ് ആൻഡ് മെന്റൽ അരിത്തമാറ്റിക് ഇന്റർനാഷണൽ മത്സരങ്ങൾ 1ാം സ്ഥാനം നേടി 6ാം ക്ലാസ്സുകാരി മിത്ര രമേശ്. മലപ്പുറം വളാഞ്ചേരി വലിയംകുന്ന് സ്വദേശിനിയാണ്. ഇന്ത്യയിൽ നിന്നും മാത്രം 21 കുട്ടികൾ വ്യത്യസ്ത കാറ്റഗറികളിലായി പങ്കെടുത്തപ്പോൾ അതിലെ ഏക മലയാളിയായിരുന്നു മിത്ര രമേശ്. അബാക്കസ് ആൻഡ് മെന്റൽ അരിത്തമെറ്റിക് ഇന്റർനാഷണൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് 6ാം ക്ലാസ്സുകാരിയായ മിത്ര രമേശ്. 16 രാജ്യങ്ങളിൽ നിന്നായി നിരവധി കുട്ടികളാണ് പാമ ഗ്ലോബൽ അബാക്കസ് ആൻഡ് മെന്റൽ അരിത്തമെറ്റിക് ഇന്റർനാഷണൽ മത്സരത്തിൽ മാറ്റുരച്ചത്. ഇവരെ പിന്നിലാക്കിയാണ് മിത്ര രമേശ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. സൗത്ത് കൊറിയയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 21 കുട്ടികൾ വ്യത്യസ്ത കാറ്റഗറികളിലായി പങ്കെടുത്തപ്പോൾ അതിലെ ഏക മലയാളിയായിരുന്നു മിത്ര. ഒരു 5 വർഷം ഈ ഒരു വർഷത്തോടെ മിത്തുന്റെ എല്ലാ അബാക്കസിന്റെ എല്ലാ ലെവലുകളും ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഏജിനനുസരിച്ചിട്ടുള്ള ഗ്രൂപ്പ് അനുസരിച്ചിട്ടാണ് ഇന്റർനാഷണലിൽ ഉണ്ടാവുക. കഴിഞ്ഞ മാസമായിരുന്നു നാഷണൽ ലെവൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിലും ചാമ്പ്യൻ ആയിരുന്നു. അപ്പൊ നാഷണൽ ലെവലില് വിന്നേഴ്സ് ആവുന്നവരെയാണ് അവർ ഇന്റർനാഷണൽ ലെവലിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ കിട്ടി. ഇപ്രാവശ്യം പോയി നന്നായി പ്രാക്ടീസ് ചെയ്ത് ഫസ്റ്റ് പൊസിഷൻ എത്താൻ പറ്റി. 1 മണിക്കൂർ നീണ്ടുനിന്ന പരീക്ഷയിൽ മിത്രയോടൊപ്പം മത്സരിക്കാനെത്തിയത് ഏറെയും കൊറിയൻ വിദ്യാർത്ഥികളായിരുന്നു. 5 വർഷമായി മിത്ര അബാക്കസ് പഠിക്കുന്നുണ്ട്. യൂട്യൂബേഴ്സും മുംബൈയിൽ താമസക്കാരുമായ വളാഞ്ചേരി വലിയകുന്ന് സ്വദേശി കക്കാട്ടിൽ രമേശ്, പാലക്കാട് സ്വദേശിനി തലക്കശ്ശേരി സ്വപ്ന ദമ്പതികളുടെ മകളാണ് മിത്ര. ന്യൂസ് 18 തിരൂർ. കോതമംഗലത്ത് എന്റെ നാട് പാലിയേറ്റീവ് ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നു. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ എന്റെ നാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്വാന്തന പരിചരണ കേന്ദ്രം ആരംഭിക്കുമെന്ന് ചെയർമാൻ ഷിബു തേക്കുംപുറം പറഞ്ഞു. മുഴുവൻ സമയവും ഡോക്ടർമാരുടെ സേവനം, ഫിസിയോതെറാപ്പി സെന്റർ, രോഗികളുടെ അവസ്ഥയ്ക്കനുസരിച്ച് ക്രമവൽക്കരിക്കാവുന്ന കട്ടിൽ, സ്വാന്തനത്തിനും ശുചിത്വത്തിനും ഊന്നൽ നൽകുന്ന വോളണ്ടിയർമാർ, രോഗികളുടെ വീടുമായി ബന്ധപ്പെടുത്തിയുള്ള CCTV നെറ്റ്വർക്ക് തുടങ്ങിയ സൗകര്യങ്ങൾ സെന്ററിൽ ഒരുക്കും. പാലിയേറ്റീവ് നഴ്സുമാരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കാസർഗോഡ് ചെറുവത്തൂർ കുട്ടമത്ത് സ്മാരക സമിതി സംഘടിപ്പിച്ച സംസ്ഥാനതല പ്രൊഫഷണൽ നാടകോത്സവം സമാപിച്ചു. മികച്ച നാടകമായി തെരഞ്ഞെടുത്ത കോഴിക്കോട് സങ്കീർത്തനയുടെ വേട്ടയ്ക്ക് മഹാകവി കുട്ടമത്ത് സ്മാരക അവാർഡ് സമ്മാനിച്ചു. മഹാകവി കുട്ടമത്തിന്റെ ബാലഗോപാലൻ എന്ന നാടകരചനയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനതല പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിച്ചത്. കോഴിക്കോട് സങ്കീർത്തനയുടെ വേട്ട 1ാം സ്ഥാനം നേടിയപ്പോൾ കൊല്ലം ആവിഷ്കാരയുടെ ദൈവം തൊട്ട ജീവിതത്തിനാണ് 2ാം സ്ഥാനം. തിരുവനന്തപുരം ശ്രീനന്ദനയുടെ ബാലരമയുടെ രചയിതാവ് പ്രദീപ് കുമാർ കാവുംതറയാണ് മികച്ച നാടക രചയിതാവ്. രാജീവൻ മമ്മിണിയാണ് മികച്ച സംവിധായകൻ. നെയ്യാറ്റിങ്കര സനൽ മികച്ച നടനും വേട്ടയിലെ അഭിനയത്തിന് മല്ലിക മികച്ച നടിയുമായി. അവാർഡ് സമർപ്പണ സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകൾ പരിസര പ്രദേശം ഞാൻ ഇന്ന് പങ്കെടുക്കുന്നത് 5ാമത്തെ നാടകോത്സവത്തിലാണ്. 5ാമത്തെ സ്ഥലത്താണ്. എല്ലാ സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ്.
വിവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, നാടകത്തോടുള്ള നമ്മുടെ മനോഭാവത്തിൽ ഗുണപരമായ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പോയ 2 വർഷക്കാലത്ത് വീട്ടുതടങ്കലിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ലഭിച്ച എന്നൊരു വിമുക്തി നേടിയ ഒരു സമയമാണ്. അപ്പൊ ഏത് ചെറിയ കലാസാംസ്കാരിക പരിപാടികളുണ്ടെങ്കിലും വീടേ കൂട്ടി കുട്ടിയും കുടുംബവും എല്ലാവരും കൂടെ പുറപ്പെടുക എന്നുള്ളത് ഒരു ആവേശകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. രാജീവൻ കുട്ടമത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ഇബ്രാഹിം വേങ്ങര അവാർഡ് സമ്മാനിച്ചു. EP രാജഗോപാലൻ മുഖ്യാതിഥിയായി. രാജേന്ദ്രൻ പയ്യാടക്കത്ത്, വി ചന്ദ്രൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ചെറുവത്തൂർ. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കട്ടപ്പന അഞ്ചുരുളി ലഹരി സംഘങ്ങളുടെ താവളമാകുന്നു. ടൂറിസം കേന്ദ്രം കൃത്യമായി സംരക്ഷിക്കുവാൻ കഴിയാത്തതാണ് ഇത്തരം സംഘങ്ങൾ ഇവിടെ തമ്പടിക്കുവാൻ കാരണമെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം ദമ്പതികൾക്ക് നേരെ ആൾക്കൂട്ടാക്രമണമുണ്ടായതും അഞ്ചുരുളിയിൽ വെച്ചായിരുന്നു. ടണൽമുഖത്തിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ഇരമ്പലും ജലാശയത്തിന്റെ വശ്യമനോഹാരിതയും കൊണ്ട് ഇടുക്കിയിലെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയതാണ് അഞ്ചുരുളി തടാകം. എന്നാൽ ഇന്ന് മദ്യപസംഘത്തിന്റെയും ലഹരി സംഘങ്ങളുടെയും ഇടത്താവളമാണ് അഞ്ചുരുളി. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ സ്വദേശികളായവർ പോലും ഇവിടേക്കിപ്പോൾ എത്താറില്ല. ഇതര ജില്ലക്കാർ എത്തുന്നുണ്ടെങ്കിലും മദ്യപസംഘങ്ങളുടെ ശല്യം കാരണം അധിക സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല. ഇതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം ദമ്പതികൾക്ക് നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണം. അവിടെ ഒരു സെക്യൂരിറ്റി ഒന്നുമില്ല. ശനി ഞായറും ഒക്കെ നല്ല തിരക്കുണ്ട്. അപ്പൊ ആ സമയത്തെങ്കിലും ഒരു സെക്യൂരിറ്റി അയച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും. മദ്യപാനികൾ ഉണ്ടാകാറുണ്ട്. തിരക്കുള്ള സമയത്ത് വരുന്ന ആളുകൾക്കൊക്കെ മിക്കവാറും മദ്യം ഉണ്ടാകും. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അഞ്ചുരുളിയിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് മാത്രമാണ് അടിസ്ഥാന സൗകര്യമായിട്ടുള്ളത്. തിരക്ക് കൂടുമ്പോൾ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ ലഹരി സംഘങ്ങളെ പ്രവേശിപ്പിക്കാതെ ഇരിക്കുന്നതിനോ സെക്യൂരിറ്റി പോലും ഇവിടെയില്ല. ദിനം പ്രതി നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന അഞ്ചുരുളിയിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. ഈ സമയത്ത് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലും ശനിയും ഞായറും ഒക്കെ ഇവിടെ അതിഭയങ്കരമായ തിരക്കാണ്. ആ തിരക്ക് നിയന്ത്രിക്കാൻ അത്യാവശ്യമായി ഒരു ഹോം ഗാർഡിനെങ്കിലും ഇവിടെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകളുടെ ടൂറിസ്റ്റുകൾ ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി മൈതാനമൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ കുറേ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ വനം വകുപ്പിന്റെ NOC ലഭിക്കാത്തത് കൊണ്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് എന്നാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് അഴിയൂരിൽ തെങ്ങിൻ തൈകൾ വെട്ടി നശിപ്പിച്ചു. കുലച്ചതും കുലയ്ക്കാറായതുമായ 68 തെങ്ങിൻ തൈകളാണ് നശിപ്പിച്ചത്. ചോമ്പാല പോലീസ് അന്വേഷണം തുടങ്ങി. 7 വർഷം മുമ്പാണ് അഴിയൂർ സ്വദേശി പ്രകാശൻ തെങ്ങ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. കുറ്റ്യാടി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളാണ് നട്ടത്. ദിവസേന 2 നേരം പരിചരണത്തിന് തോട്ടത്തിലെത്തും. എന്നാൽ കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴാണ് എല്ലാം വെട്ടിമുറിച്ചിട്ടേക്കുന്ന നിലയിൽ കണ്ടത്. കുലച്ചതും കുലയ്ക്കാറായതുമായ 68 തെങ്ങിൻ തൈകളാണ് നശിപ്പിച്ചത്. ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് പ്രകാശൻ ചോദിക്കുന്നത്. വലിയ നഷ്ടമുണ്ടായി, ഒപ്പം വരുമാനവും ഇല്ലാതായി. വൈകുന്നേരം ഞാൻ പോകുമ്പോഴൊന്നുമില്ല. ഇന്നലെ കാലത്ത് വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് വെട്ടി നിരത്തിയിരിക്കുന്നു. പിന്നെ എല്ലാം ഒന്നുമില്ലാതെ ഒരു 5-10 എണ്ണം ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അത്ര തന്നെ. ആരാന്നറിയില്ല, എന്തിനാണെന്നും അറിയില്ല. കൃഷി നമ്മൾ ഇത് പന്നിയല്ലുള്ള കൊണ്ടാണ് 2 നേരമൊക്കെ വന്ന് നോക്കിയിട്ടെല്ലാം ചെയ്തിട്ട് പോകുന്നത്. ഏകദേശം 68ഓളം വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം 6 വർഷം 2016 വെച്ചതാണ്. ഈ കുറ്റ്യാടി ഹൈബ്രിഡ് എന്ന് പറയുന്ന തൈ കൊലച്ചതുണ്ട്, കൊലക്കാറായതുണ്ട്. വേറെന്ത് ചെയ്യുക? കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒഴിവാക്കുക തന്നെ. നല്ല വെള്ളം ലഭിക്കുന്ന കൃഷിഭൂമിയാണിത്. പരിസരത്ത് സാമൂഹ്യദ്രോഹികൾ തമ്പടിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ചോമ്പാല പോലീസ് അന്വേഷണം നടത്തുകയാണ്. ന്യൂസ് 18 വടകര. കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ കോക്കാട് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇറക്കിയ കൃഷിയിൽ 100 മേനി വിളവ്. സമ്പൂർണ്ണ അടുക്കള പച്ചക്കറി തോട്ടത്തിന്റെ ജില്ലാതല പ്രഖ്യാപനം കൃഷിയിടത്തിൽ നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇവർ. സ്വന്തം കൈകൊണ്ട് നട്ടുനനച്ച് പരിപാലിച്ച പച്ചക്കറിയാൽ സമൃദ്ധമാകും ഇനി കോക്കാട് SP സ്കൂളിലെ കുട്ടികളുടെ ഉച്ചയൂണ്. കോളിഫ്ലവർ, ചീര, അമരയ്ക്ക, വെണ്ട, പച്ചമുളക്, പാവയ്ക്ക, വഴുതന, വെള്ളരി എന്നുവേണ്ട എല്ലാം ഈ കൃഷിയിടത്തിലുണ്ട്. ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTA-യുടെയും കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് ഈ കൃഷിയിടം ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമ്പൂർണ്ണ അടുക്കള പച്ചക്കറിത്തോട്ടത്തിന്റെ ജില്ലാതല പ്രഖ്യാപനവും ഇവിടെ തന്നെ എത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ വിളവെടുപ്പിന്റെ ജില്ലാതല പ്രഖ്യാപനം നടത്തി. ഇവിടെ കോക്കാട് LPS-ൽ വിളവെടുപ്പ് നടത്തിയ പച്ചക്കറി തോട്ടം പ്രാവർത്തികമായത്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ പങ്കുണ്ട്, രക്ഷിതാക്കളുടെ പങ്കുണ്ട്,
അധ്യാപകരുടെ പങ്കുണ്ട്, PTA ഭാരവാഹികളുടെ പങ്കുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള കൊല്ലത്തെ 879 സ്കൂളുകൾക്ക് ഈ പച്ചക്കറിത്തോട്ടം മാതൃകയാകും. സ്കൂൾ അടുക്കളത്തോട്ടം പാഠ്യപദ്ധതിയുടെ ഭാഗമാകുമ്പോൾ കാർഷിക മേഖലയോട് കുട്ടികളുടെ ആഭിമുഖ്യം ഉയർത്താനാകുമെന്ന പ്രതീക്ഷയാണ് അധ്യാപകർക്ക്. പ്രഖ്യാപന സമ്മേളനത്തിന് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് സുജാ സജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹർഷകുമാർ, കൊല്ലം DDE KI ലാൽ, വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് സജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 പുനലൂർ. പച്ചക്കറി കൃഷിക്കൊപ്പം വേറിട്ട പരീക്ഷണം നടത്തി മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ഏനാത്ത് സ്വദേശി ഷാജി ഖാൻ. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച സൂര്യകാന്തി കൃഷി വിജയമായതോടെ കൂടുതൽ വിപുലപ്പെടുത്താനാണ് ഷാജിയുടെ തീരുമാനം. അൻപത് ദിവസം മുമ്പ് വിത്തിറക്കിയ സ്ഥലത്താണ് ഈ സൂര്യകാന്തി പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. പത്തനംതിട്ട ഏനാത്ത് സ്വദേശി ഷാജി ഖാൻ എന്ന കർഷകന്റെ കഠിനാധ്വാനവും പ്രതീക്ഷയുമാണ് ഈ പൂക്കൾ. സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞ ഷാജിയുടെ കൃഷിസ്ഥലം നാട്ടുകാർക്കും കൗതുക കാഴ്ചയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച കൃഷിയിൽ നിന്ന് മികച്ച വരുമാനവും ലഭിക്കുന്നുണ്ട്. സുന്ദരപാണ്ഡിപുരത്തെ കർഷകനായ സുഹൃത്താണ് സൂര്യകാന്തി വിത്തുകൾ ഷാജിക്ക് നൽകിയത്. ഈ അടുത്ത കഴിഞ്ഞ സീസണിൽ സൂര്യകാന്തി പാടം കാണാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഒരു കർഷകൻ ഞാൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് താല്പര്യം തോന്നിയിട്ട് എനിക്ക് കുറച്ച് വിത്ത് തരും. ആ വിത്ത് ഞാനിവിടെ കൃഷി ചെയ്തു. സീസണൊന്നും പ്രശ്നമല്ല, നമ്മുടെ ഇവിടെ എന്നും ഉണ്ടാവും. പിന്നെ രാസവളങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ പൂവും നല്ല തൂക്കമുള്ള വിത്തുകളും കിട്ടും. എന്നാലും നമുക്കില്ല, അവിടുത്തേക്കാട്ടിലും നല്ല വിത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഹൈബ്രിഡ് സീഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പോളിനേഷൻ നടക്കാൻ സാധ്യത കുറവാണ്. എള്ളും ചോളവും വിവിധ ഇനം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും സൂര്യകാന്തിയിൽ ആദ്യ പരീക്ഷണമാണിത്. രാസവള പ്രയോഗങ്ങളില്ലാതെ മികച്ച വിളവ് ലഭിക്കുന്നതിനാൽ സൂര്യകാന്തി കൃഷി ലാഭകരമാണെന്നും ഷാജി പറയുന്നു. കാലാവസ്ഥ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇനി തുടർച്ചയുള്ളതായതുകൊണ്ട് നല്ല വിത്ത് കിട്ടും. അതുപോലെ പച്ചക്കറികളും എല്ലാ വിളകളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഇത് ഇങ്ങനെ വിജയകരമായ സ്ഥിതിക്ക് വിസ്തീർണം കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. ഏതു കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ സൂര്യകാന്തി കൃഷി കൂടുതൽ വിപുലമാക്കാനാണ് ഷാജിയുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി നോക്കാം അറിയിപ്പുകൾ. വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലെ സംരംഭകത്വ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് റെസിഡൻഷ്യൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 2 മുതൽ 4 വരെ കളമശ്ശേരിയിലുള്ള കീഡ് ക്യാമ്പസിലാണ് പരിശീലനം. സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ്, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. കോഴ്സ് ഫീസ്, ഭക്ഷണം, താമസം, GST ഉൾപ്പെടെ 2950 രൂപയാണ് പരിശീലനത്തിന്റെ ഫീസ്. താൽപര്യമുള്ളവർ കീഡിന്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്ന 35 പേർക്കാണ് പരിശീലനത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക. ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BDS, BSc നഴ്സിംഗും MPHും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ആയുർവേദവും MPHും താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, മാർക്ക് ലിസ്റ്റ്, വയസ്സ്, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജനുവരി 30 വൈകിട്ട് 3 മുമ്പായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. 2023 ജനുവരി 1 40 വയസ്സാണ് പ്രായപരിധി. ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ഗവേഷണ പഠനങ്ങൾ നടത്തി മുൻപരിചയമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും മൈനർ, മേജർ ഗവേഷണ പഠനങ്ങൾക്ക് കേരള വനിതാ കമ്മീഷൻ പ്രപ്പോസലുകൾ ക്ഷണിച്ചു. ഗവേഷണ വിഷയങ്ങൾ, അപേക്ഷകർക്ക് വേണ്ട യോഗ്യത, പ്രപ്പോസൽ തയ്യാറാക്കേണ്ട രീതി, നിബന്ധനകൾ തുടങ്ങി എല്ലാ വിവരങ്ങളും വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രപ്പോസലുകൾ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 1 വൈകുന്നേരം 5 മണിയാണ്. താമരക്കുളം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് 5 മണിക്ക് താമരക്കുളം വാഴവിളയിൽ നടക്കും. സ്റ്റാളുകളുടെ പ്രദർശനവും ഉച്ചയ്ക്ക് 2 തെങ്ങ് കൃഷി പരിപാലനവും ലോക കീടനിയന്ത്രണ എന്നീ വിഷയത്തിൽ സെമിനാറും നടക്കും.